ഈ ക്വസ്റ്റ്യൻ നോക്കാം. ലെറ്റ് എ ഈക്വൽ ടു 1,2, ബി ഈക്വൽ ടു 1 2 3 4, സി ഈക്വൽ ടു 5 6 ആൻഡ് ഡി ഈക്വൽ ടു 5 6 7 8. വെരിഫൈ ദാറ്റ് എ ക്രോസ് ബി ഇൻ്റർസെക്ഷൻ സി ഈക്വൽ ടു എ ക്രോസ് ബി ഇൻ്റർസെക്ഷൻ എ ക്രോസ് സി. സെക്കൻഡ് ക്വസ്റ്റ്യൻ, എ ക്രോസ് സി ഈസ് എ സബ്സെറ്റ് ഓഫ് ബി ക്രോസ് ഡി. ഇതാണ് ക്വസ്റ്റ്യൻ. ഇതെങ്ങനെ ചെയ്യാൻ പറ്റും? ഇത് ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യത്തേതാണ് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. എൽ എച്ച് എസ് ആദ്യത്തേത് എന്താണ്? എൽ എച്ച് എസ് എ ക്രോസ് ബി ഇൻ്റർസെക്ഷൻ സി ആണ് എൽ എച്ച് എസ്. ശരിയല്ലേ? നോക്കിയേ. അപ്പോൾ അത് എഴുതി വരുമ്പോൾ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 2 ആണ് അല്ലേ? എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1,2 ക്രോസ് ബി ഇൻ്റർസെക്ഷൻ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ സ്റ്റെപ്പിൽ എഴുതിയാലോ, ബി ഇൻ്റർസെക്ഷൻ സി. കുഴപ്പമില്ലല്ലോ. ബി ഇൻ്റർസെക്ഷൻ സി എന്ന് പറഞ്ഞാൽ ബിക്കും സിക്കും കോമൺ ആയിട്ട് വരുന്നത് 1 2 3 4നും 5 6നും കോമൺ ആയിട്ട് എന്താ ഉള്ളത്? ബി ഇൻ്റർസെക്ഷൻ സി ആണ് എഴുതാൻ പോകുന്നത്. സെറ്റ് ബിക്കും സെറ്റ് സിക്കും കോമൺ ആയിട്ടൊന്നുമില്ല. സെറ്റ് ബിയിൽ 1 2 3 4ഉം സിയിൽ 5 6ഉം ആണ്. അപ്പോൾ ബി ഇൻ്റർസെക്ഷൻ സിയിൽ എഴുതാനായിട്ടൊന്നുമില്ല, നൾ സെറ്റാണ്. പ്രോപ്പർട്ടിയിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഒരു സെറ്റ് ക്രോസ് നൾ സെറ്റ് ചെയ്താലും നൾ സെറ്റ് തന്നെയാണെന്ന് പ്രോപ്പർട്ടീസിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. സോ എൽ എച്ച് എസ് നൾ സെറ്റാണ്. നമുക്ക് ആർ എച്ച് എസ് നോക്കാം. ആർ എച്ച് എസ് എ ക്രോസ് ബി ഇൻ്റർസെക്ഷൻ എ ക്രോസ് സി ആണ് അല്ലേ? നമുക്കത് വേറെ വേറെ ചെയ്യുന്നതല്ലേ നല്ലത്? കാരണം എ ക്രോസ് ബിയും എ ക്രോസ് സിയും കുറച്ച് ലെങ്തി അല്ലേ? എ ക്രോസ് ബി ആദ്യം കാണാം, എന്നിട്ട് എ ക്രോസ് സി കാണാം. എ ക്രോസ് ബി എഴുതുമ്പോൾ എ എവിടെ? എ 1 2 ആണ്, ബി 1 2 3 4 ആണ്. എ ക്രോസ് ബി എഴുതാനായിട്ട് അറിയാമല്ലോ, എയിലുള്ള എലമെൻറ്റ് കോമ ബിയിലുള്ള എലമെൻറ്റ് 1 1 1 2 1 3 1 4 2 1 2 2 2 3 2 4. അപ്പോൾ എ ക്രോസ് ബി ഞാൻ നേരിട്ട് എഴുതാൻ പോവാണ്. അവിടെ നോക്കി എഴുതാം. 1 1 1 2 1 3 1 4. പിന്നെന്താണ്? ഇതേപോലെ 2 1 2 2 2 3 2 4. എ ക്രോസ് ബി എഴുതി. ഇനി നമുക്ക് എ ക്രോസ് സി എഴുതണം അല്ലേ? എ ക്രോസ് ബി എഴുതി കഴിഞ്ഞ് ഇനി നമുക്ക് എ ക്രോസ് സി എഴുതണം. എ ക്രോസ് സി എവിടെ? എ ക്രോസ് സി ഏതാണെന്ന് മനസ്സിലായോ? 1 2 ക്രോസ് 5 6. ഇവിടെ എഴുതേണ്ട ആവശ്യമില്ലല്ലോ. എ ക്രോസ് സി എന്ന് പറഞ്ഞാൽ 1 2 ക്രോസ് 5 6 1 5 1 6 2 5 2 6. എ ക്രോസ് സി ആണ് എഴുതുന്നത്. അപ്പോൾ 1 5 1 6 2 5 2 6. നമുക്കിനി അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ നമ്മൾ എ ക്രോസ് ബിയും എ ക്രോസ് സിയും ചെയ്ത് കഴിഞ്ഞു അല്ലേ? നമുക്കിനി അടുത്ത സ്റ്റെപ്പിൽ ആർ എച്ച് എസ് എഴുതാമല്ലോ. ഇനി നമുക്ക് ആർ എച്ച് എസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വായിച്ചു നോക്കിയേ. ഫസ്റ്റ് ക്വസ്റ്റ്യനാണ് ചെയ്യുന്നത്. എ ക്രോസ് ബി ഇൻ്റർസെക്ഷൻ എ ക്രോസ് സി. ഇവിടെ എ ക്രോസ് ബിക്കും എ ക്രോസ് സിക്കും കോമൺ ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയേ. 1 1 അവിടെയുണ്ട്, ഇവിടെ ഇല്ല. 1 2 അവിടെയുണ്ട്, ഇവിടെ ഇല്ല. അങ്ങനെ നോക്കിപ്പോയേ. 1 3 അവിടെയുണ്ട്, ഇവിടെ ഇല്ല. എ ക്രോസ് ബിയിലുള്ള എലമെൻറ്റ് 1 by 1 ആയിട്ട് നോക്കി, അതൊന്നും ഇവിടെ ഇല്ല. അപ്പോൾ എ ക്രോസ് ബി ഇൻ്റർസെക്ഷൻ എ ക്രോസ് സി. എ ക്രോസ് ബിക്കും എ ക്രോസ് സിക്കും കോമൺ ആയിട്ട് ഒന്നുമില്ല. നോക്കിയേ, എ ക്രോസ് ബിയിലുള്ള ഒരു എലമെൻറ്റും എ ക്രോസ് സിയിൽ കാണാനില്ല. അപ്പോൾ ആർ എച്ച് എസ് നൾ സെറ്റാണ്. അപ്പോൾ അതുകൊണ്ട് എൽ എച്ച് എസ് നൾ സെറ്റ്, ആർ എച്ച് എസും നൾ സെറ്റ്. അപ്പോൾ എൽ എച്ച് എസ് ഈക്വൽ ടു ആർ എച്ച് എസ്. ഫസ്റ്റ് പാർട്ട് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മളിനി സെക്കൻഡ് പാർട്ടാണ് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ഷോ ദാറ്റ് എ ക്രോസ് സി ഈസ് എ സബ്സെറ്റ് ഓഫ് ബി ക്രോസ് ഡി. നമുക്ക് ബി ക്രോസ് ഡി കാണണം അല്ലേ? എ ക്രോസ് സി നമ്മളിവിടെ നേരത്തെ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, കണ്ടില്ലേ? ഇനി അത് രണ്ടാമത് ചെയ്യേണ്ട ആവശ്യമില്ല. എ ക്രോസ് സി സബ്സെറ്റ് ഓഫ് ബി ക്രോസ് ഡി ആണ് അല്ലേ? അപ്പോൾ ബി ക്രോസ് ഡി ഒന്ന് എഴുതി നോക്കാം. ബി ക്രോസ് ഡി എഴുതണമെങ്കിൽ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 2 3 4. ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഇത് കുറേ എഴുതാനുണ്ട്. 5 6 7 8 ആണ്. ബി ക്രോസ് ഡി എഴുതാൻ പോവാണ്. ബി ദെൻ ഡി എഴുതാം. അപ്പോൾ അങ്ങനെ എഴുതുമ്പോൾ അറിയാമല്ലോ 1 5 1 6 1 7 എക്സിട്ര എല്ലാം എഴുതാം. 1 5 1 6 1 7 1 8. ഇനി അടുത്ത ആൾ 2 ആണ്. ബിയില 2 5 2 6 എക്സിട്ര എഴുതുക, എല്ലാം എഴുതണം. 2 7 2 8. പിന്നെ അടുത്തത് ഇതുപോലെ 3 ഉണ്ട്. 3 5 3 6 3 7 3 8. ഫൈനലി 4 5 4 6 4 7 4 8. ബി ക്രോസ് ഡി എഴുതി. നമുക്ക് എന്താണ് പ്രൂവ് ചെയ്യേണ്ടതെന്ന് നോക്കിയേ. എ ക്രോസ് സി സബ്സെറ്റ് ഓഫ് ബി ക്രോസ് ഡി. എ ക്രോസിലുള്ള എല്ലാ എലമെൻറ്റും ബി ക്രോസ് ഡിയിലുണ്ട് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. സബ്സെറ്റ് എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? എ ക്രോസിലുള്ള എല്ലാ എലമെൻറ്റും ബി ക്രോസ് ഡിയിലുണ്ട്. എ ക്രോസ് സി ഈസ് എ പാർട്ട് ഓഫ് ബി ക്രോസ് ഡി പ്രൂവ് ചെയ്യണം. അപ്പോൾ ഇവിടെ എ ക്രോസിലുള്ള ആദ്യത്തെ എലമെൻറ്റ് 1 5 ആണ്, അതിവിടെ ഉണ്ട്. 1 6 അത് അവിടെ ഉണ്ട്. 2 5 അവിടെ ഉണ്ട്. 2 6 അവിടെ ഉണ്ട്. അപ്പോൾ എ ക്രോസിലുള്ള എല്ലാ എലമെൻറ്റും എവിടെയുണ്ട്? ബി ക്രോസ് ഡിയിലുണ്ട്. സിമ്പിൾ ഉപയോഗിച്ച് എഴുതുകയാണെങ്കിൽ എ ക്രോസ് സി ഈസ് എ സബ്സെറ്റ് ഓഫ് ബി ക്രോസ് ഡി. ഇതാണ് സെക്കൻഡ് വൺ, അതും പ്രൂവ് ചെയ്തു.